ജാസ്മിന്റെ വൃത്തികെട്ട കളി ഇന്ന് പൊളിഞ്ഞിരിക്കുകയാണ്. അതായത് ജാസ്മിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കണോ എന്നുള്ള ഒരു കമന്റിന് വന്നിരിക്കുന്ന ലൈക്ക് 20K ആണ്. ജാസ്മിൻ ഹേറ്റേഴ്സിനെ കൊണ്ടിട്ട് കേരളം നിറയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അമ്മാതിരി വൃത്തികെട്ട കളിയാണ് ജാസ്മിൻ കളിച്ചോണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഗബ്രി ആയിട്ടുള്ള കോംബോ. അവര് കാണിക്കുന്നത് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നത് വെറും പന്ന കളിയാണ്. ഗബ്രീനെ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഗെയിം ഡിസ്ട്രോയ് ചെയ്യാനാണ് പോകുന്നത്. പിന്നീട് ജാസ്മിന്റെ രണ്ട് മുഖം, ടു ഫേസ്ഡ്, ഡബിൾ ഫേസ്ഡ് ജാസ്മിൻ എന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാര്യം മുൻപേ ഒരു പ്രശ്നം കൊണ്ട് നൂറെ ഇതുപോലെ ബാക്ക് നിന്ന് ഇതുപോലെ ജാസ്മിൻ കുത്തി. അതുകൊണ്ട് തന്നെ നോറയ്ക്ക് ഈ ജാസ്മിൻ വെറും തെണ്ടിയാണെന്ന് മനസ്സിലായതുകൊണ്ട് അവളെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ നോറയ്ക്ക് ആ ഒരു ബുദ്ധി വന്ന് ഗബ്രി മണ്ടൻ ഇപ്പോഴും അത് വിശ്വസിച്ചിരിക്കുവാണ്. പിന്നെ ഇന്ന് ഋഷിക്ക് ഒരു പണി കിട്ടി. അതായത് മുമ്പേ ഒന്ന് ചിരിച്ചോണ്ട് വന്ന് നിന്നിട്ട് ഈ ജാസ്മിൻ ആണെങ്കിൽ പോയിട്ട് ഒരു ആവശ്യമില്ലാതെ അവിടെ ഹൗസിൽ നിന്ന് പുറത്താക്കാനൊക്കെ ആവശ്യമുള്ള എത്രയോ പേരുണ്ട്. പിന്നെ അവള് നോമിനേറ്റ് ചെയ്യുന്നത് അവളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിനെ ഞാൻ കുറ്റം പറയുന്നില്ല. അങ്ങനെ പോയിട്ട് നോമിനേറ്റ് ചെയ്തത് അവളുടെ ഗെയിം ആയിരിക്കാം. അത് പക്ഷെ ഒരാള് മാത്രമല്ല, ഗബ്രിയും അതുപോലെ തന്നെ ഒരുമിച്ചാണല്ലോ അവര് നോമിനേറ്റ് ചെയ്തത്. അതൊരു കണ്ണിങ് ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നു. അവർ ഒരുമിച്ച് ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കുന്നതെന്ന് നാഴേക്ക് 100 വട്ടം പറഞ്ഞിട്ട് ഗബ്രി ആയിട്ട് എന്തോ കാണിക്കുന്നത്. അവർ ഒത്തു കളിക്കുമല്ലയോ. അപ്പം ഇന്ന് ഋഷി നല്ലതുപോലെ പൊരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് അവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഈ ജാസ്മിനും അതുപോലെ ഗബ്രിയും ഒരുമിച്ച് പോയിട്ട് അവനെ നോമിനേറ്റ് ചെയ്തെന്നറിഞ്ഞപ്പോ ഋഷിക്ക് ഒരുപാട് വിഷമമായി. അങ്ങനെ വിഷമമായിട്ട് ഇതുപോലെ റോക്കിയോട് ഇരുന്ന് പറയുന്നുണ്ട്, അവന് ജാസ്മിൻ എന്തോ കാണിച്ചോട്ടെ, അവള് പറഞ്ഞല്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഗബ്രി അവനിങ്ങനെ എന്റെ മുമ്പേ വന്ന് ഇതുപോലെ സ്നേഹം നടിച്ച് നിന്നിട്ട് എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ എന്താണ് കാണിച്ചത്, പെൺകോന്തൻ എന്നൊക്കെ പറഞ്ഞ് ഋഷി അകത്ത് കയറി പോകുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ആണെങ്കിൽ എന്തോ ചിരിച്ച് സംസാരിക്കാൻ വേണ്ടി ഋഷി അടുത്ത് വരുന്ന സമയത്ത് ഋഷി കേറി കത്തിക്കുവാണ്. നീ ഇനി മേലെ എന്റെ അടുത്ത് മിണ്ടി പോകരുത്, വൃത്തികെട്ടവളെ, നിനക്ക് രണ്ട് മുഖമല്ലേ, നീ എന്തോ ഈ വീട്ടിൽ കിടന്ന് കാണിക്കുന്നത്, ജനങ്ങൾ മൊത്തം കാണിച്ചോണ്ടിരിക്കുക നീ കാണുന്ന കോപ്രായങ്ങളൊക്കെ, നിനക്ക് എന്താ ഒരു തന്തയാണോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ഭൂലോക തെറി വിളിക്കുവാണ് ജാസ്മിനെ. ഋഷി ഒരുപാട് ഇമോഷണൽ ആയി പോയോണ്ടാണ് അങ്ങനെയൊക്കെ വിളിച്ചത്. ഞാൻ ഋഷിനെ സപ്പോർട്ട് ചെയ്യുവല്ല, പക്ഷെ ജാസ്മിന് കേൾക്കണമായിരുന്നു. വേറെ മോശം ചീത്തകളൊക്കെ വിളിക്കുന്നത് തെറ്റായി പോയി. എന്നാലും അവൻ ദേഷ്യപ്പെട്ടതും റൈസ് ആയതും അവളോട് ഇനി മേലെ കൺമുമ്പിൽ വന്നു പോകരുതെന്നും ഒക്കെ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജാസ്മിനെ വെള്ളത്തിൽ, കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. ഈ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും വൃത്തികെട്ട ഗെയിമർ എന്ന് വേണമെങ്കിൽ ഞാൻ ജാസ്മിനെ ആയിരിക്കും പറയുന്നത്. കാര്യം അവള് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹൗസ് ആണ് സംഭവം, ഒക്കെ ഗെയിം ഒക്കെയാണ് എന്ന് കഴിഞ്ഞാലും ഒരു ഇച്ചിരിയെങ്കിലും ഒരു മാന്യത കാണിക്കണം. ആ മാന്യത ഇല്ല. ജാസ്മിനെ പുറത്താക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഋഷി ഒരുപാട് ചീത്ത പറയുന്നുണ്ട്, ഗബ്രിയാൻ പറയുന്നുണ്ട്, ഗബ്രി ആണെങ്കിൽ മരവാഴ എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട്, ശരിക്കും അതൊരു ചീത്തവിളിയാണെങ്കിൽ പോലും അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അവനെയാണെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ല ഹൗസിൽ, വെറും എന്ന് പറഞ്ഞാല് ഗാർബേജ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ഒരു എങ്ങനെയോ ഒരു തലയിൽ ഈ പറഞ്ഞ പവർ ടീമിൽ വന്ന് എങ്ങനെയോ ആ ഒരു സംഭവം തലയിൽ വീണോണ്ട് മാത്രം അവൻ ഇങ്ങനെ പോകുന്നത്. അല്ലാതെ ആ വീട്ടില് അവന്റേതായ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? 24 മണിക്കൂറും ഒരു സോഫയിൽ പോയിട്ട് ജാസ്മിനായിട്ട് സൊള്ളിക്കൊണ്ടിരിക്കും. അല്ലാതെ അവൻ ആ വീട്ടിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗബ്രിയൊക്കെ വെറും വേസ്റ്റ് ആണ്. ജാസ്മിൻ ആണെങ്കിൽ ഗബ്രീനെ വെറുതെ യൂസ് ചെയ്ത് അത് ഗബ്രിക്ക് മനസ്സിലാവുന്ന ഒരു ദിവസം വരും. ഗബ്രി ആണെങ്കിൽ മുട്ടൻ പണി. ഇപ്പൊ നോറയ്ക്ക് കിട്ടിയതിനെക്കാട്ടിലും ഋഷിക്ക് കിട്ടിയതിനെക്കാട്ടിലും വലിയ പണി ജാസ്മിന്റെ അടുത്തുനിന്ന് കിട്ടാൻ പോകുന്നു ഗബ്രിക്ക്. അപ്പൊ അത് സൂക്ഷിച്ച് കളിച്ചാല് അവന് കൊള്ളാം. അപ്പൊ അത്രേ ഉള്ളൂ. അതായത് ജാസ്മിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും എന്റെ റിവ്യൂവിനായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ ബൈ.